പിന്നോട്ട് പോകേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. പാർട്ടി അഭിമാനം CPIM-ന് മുൻപിൽ പണയം വയ്ക്കേണ്ടതില്ല. വിട്ടുവീഴ്ച ചെയ്ത് ഐക്യം നിലനിർത്തേണ്ട സാഹചര്യമില്ലെന്നും CPI വിലയിരുത്തുന്നു. അർജുൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം. അർജുൻ, അതായത് നിലപാടിൽ നിന്നും പിന്നോട്ടില്ല CPI. ഇത് മുന്നണിയെ ദോഷമായി ബാധിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. സേതു, CPI പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ നിലപാടിലേക്ക് എത്തുകയാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്കും പോകേണ്ടതില്ല എന്ന് CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ യോഗമാണ്. പ്രധാനപ്പെട്ട അജണ്ടയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്നത് ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. അതിലേതെങ്കിലും തരത്തിലൊരു പിന്നോട്ട് പോക്ക് വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോകുകയാണ്. അതായത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് വേണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ നിലപാട് എടുത്തിരിക്കുന്നു CPI. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിലെ ഘടകമായിട്ടുള്ള സെക്രട്ടേറിയറ്റിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണയിലേക്ക് പോയിരിക്കുകയാണ്. പാർട്ടിയുടെ അഭിമാനം CPM-ന് മുൻപിൽ പണയം വെക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. വിട്ടുവീഴ്ച ചെയ്ത് ഐക്യം നിലനിർത്തേണ്ട സാഹചര്യം ഇല്ല എന്നുള്ള ധാരണയിലേക്ക്, വിലയിരുത്തലിലേക്ക് CPI പോകുകയാണ്. ഉപനേതൃസ്ഥാനം CPIക്ക് കൈമാറുന്ന ഏതെങ്കിലും തരത്തിലുള്ള കീഴ്വഴക്കം മുൻപ് ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലത്തെ ഉഭയകക്ഷി ചർച്ചയിൽ CPM നിലപാടെടുത്തത്. അതുകൊണ്ട് ഈ സ്ഥാനം വിട്ടുകൊടുക്കാനാകില്ല എന്നുള്ള നിലപാടാണ് CPIയെ ഇന്നലെ ഉഭയകക്ഷി ചർച്ചയിൽ MP ഗോവിന്ദൻ അറിയിച്ചത്. അതിനുശേഷമാണ് തുടർ തീരുമാനം എന്താകണം എന്ന് ആലോചിക്കാൻ ഇന്ന് CPIയുടെ സെക്രട്ടേറിയറ്റ് ചേർന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച, അനുനയത്തിന് വഴങ്ങുന്ന സമീപനം വേണ്ടതില്ല എന്ന കടുത്ത നിലപാടിലേക്ക് CPI എത്തുന്നു. ഇതിനു മുൻപ് PM ശ്രീയിലാണ് നമ്മൾ ഇത്രയും കടുപ്പിച്ച CPIയുടെ നിലപാടിനെ കണ്ടിട്ടുള്ളത്. അന്ന് ആ തീരുമാനം CPM-ന്റെ നേതൃത്വത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള PM ശ്രീയിൽ ഒപ്പിട്ട തീരുമാനത്തെ പിന്നീട് പിൻവലിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ CPIക്ക് കഴിഞ്ഞിരുന്നു. ഈ വഴങ്ങാതിരിക്കുന്ന സമീപനത്തിൽ CPIM എന്ത് തുടർ നിലപാടെടുക്കും എന്നുള്ളതാണ് ശ്രദ്ധേയം. അതേ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോകേണ്ടതില്ല. അങ്ങനെ ഒരു ഐക്യം ഉറപ്പാക്കേണ്ട ബാധ്യത CPIക്ക് ഇല്ല എന്നാണ് CPIയുടെ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ വഴങ്ങിക്കൊടുക്കേണ്ടത് CPIM ആണ് എന്നുള്ള അഭിപ്രായത്തിലേക്ക് CPI എത്തി എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. 25 ആളുകൾ മത്സരിച്ചതിൽ 8 അംഗങ്ങളാണ് CPIയിൽ നിന്ന് ജയിച്ചു കയറിയത്. അതായത് CPM-നും CPIക്കും ഏതാണ്ട് 1/3 അംഗങ്ങളാണ് ഇത്തവണ നിയമസഭയിൽ മത്സരിച്ചവരിൽ 1% അങ്ങനെ കണക്കൂട്ടിയാൽ ഉള്ള അത്രയും അംഗബലമാണ് CPIക്കും CPM-നും ഉള്ളത്. എന്നിട്ട് കൂടിയും അർഹതപ്പെട്ട സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു CPIയിലെ വിമർശനം. അത് CPIയുടെ നേതൃയോഗങ്ങളിലോ അല്ലെങ്കിൽ CPM-ഉമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിലോ ഒരുപക്ഷെ LDF യോഗത്തിലോ അല്ല ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടത്. ബിനോയ് വിശ്വം അത് പരസ്യമായി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ആ സ്ഥാനം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനുമില്ല എന്ന് ആവർത്തിച്ച് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടു. CPIയിൽ അല്ലെങ്കിൽ LDF-ൽ അത്ര വലിയ പരിചിതമായിട്ടുള്ള കാര്യമല്ല. ഇത്രയും കടുപ്പിച്ച നിലപാടുകളൊക്കെ പരസ്യമായി പറയുന്ന സമീപനം പൊതുവെ കുറവാണ്. അതൊക്കെ മുന്നണി യോഗത്തിലാണ് സാധാരണ പറയാറ്. പക്ഷേ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ചുള്ള CPIയുടെ നിലപാട് അത് പരസ്യമായി പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ പറഞ്ഞതിൽ CPM-ന് കടുത്ത എതിർപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ പറയുകയല്ല. പക്ഷേ CPM-ന്റെ ആ കടുത്ത എതിർപ്പിനെ ഇപ്പോൾ മുഖവിലക്കെടുക്കുന്നില്ല. CPI ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ട